ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒത്തിരി അധികം ആൾക്കാരൊക്കെ ഉണ്ട്. വെറും ഒരു അരമണിക്കൂർ രാവിലെയും വൈകുന്നേരവും ചിലവാക്കാനുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് നല്ല സുഖം കിട്ടും. നല്ല പച്ചക്കറികൾ നമുക്ക് കഴിക്കാനായിട്ടും പറ്റും. പച്ചക്കറികൾ ഒരിക്കൽ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ വർഷം മുഴുവനും പറിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടതായിട്ട് വരും. അതിനൊരു സൂത്രപ്പണിയാണേ, എളുപ്പപ്പണിയാണ് എല്ലാ മാസവും കൃഷി ചെയ്യുക എന്നുള്ളത്. ഏപ്രിൽ ഒരു അവസാനമൊക്കെ ആയില്ലേ, അതുകൊണ്ട് നമുക്ക് മെയ് മാസത്തിലെ കൃഷിയാണ് ഇനി ചെയ്യാനുള്ളത്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് അടിവളം ചേർത്ത നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാൻ. എങ്കിലേ നമുക്ക് നല്ല വിളവ് അവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. ഞാനും എന്നെപ്പോലെ കുറേ ആൾക്കാരും ഉണ്ട് ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ ആയിട്ട് പച്ചക്കറി നട്ട് വളർത്തുന്നത്. കാരണം പറമ്പിൽ നമുക്ക് സ്ഥലം കുറവാണ്, പറമ്പിൽ കൃഷി ചെയ്യാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവരിങ്ങനെ എന്നാൽ കൃഷി ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാനുള്ള ഇഷ്ടമുണ്ട്, അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും. അതിപ്പോൾ എൻ്റെ ഈ തോട്ടത്തിൽ നോക്കിയാൽ അറിയാം. ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലുള്ള ഈ കുറച്ച് ടെറസിലാണ് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി, അതിലേറെയാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് പലപ്പോഴും അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ കൃഷി ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോഴുണ്ടല്ലോ, നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. നല്ല ഇനം വിത്തുകളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇവിടെ നടുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്ന വിത്തുകൾ ഉപയോഗിച്ച് തന്നെ നടത്തുന്നതാണ്. അത് ഇപ്പോൾ ഒരു അത്യാവശ്യ അടുക്കളത്തോട്ടത്തിന് വേണ്ടുന്ന എല്ലാ ഇനം വിത്തുകളും, പാവലും പയറും പടവലും മത്തയും കുമ്പളവും വെള്ളരിയും തക്കാളിയും പച്ചമുളകും, അങ്ങനെ ഏകദേശം എല്ലാ ഇനം വിത്തുകളും നമ്മളുടെ അടുത്തുണ്ട്. ഇത് തന്നെയാണ് ഞാനും ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്. ഇപ്പം മെയ് മാസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, നല്ല ചൂടുള്ള സമയമാണ്. എല്ലാ വർഷവും കേരളത്തിലെ കാലാവസ്ഥ ഒരേപോലെയല്ല, വ്യത്യസ്ത. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴ വന്നുകൊണ്ടിരുന്നത് കൊണ്ട് നമ്മൾ വേനലിന്റെ കാഠിന്യം അത്ര മനസ്സിലാക്കിയില്ല. എന്നാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ തൊട്ട് രാത്രി വരെ, വെളുപ്പിന് വരെ ഒരേ ചൂട് നിൽക്കുവാണ്. നല്ല ചൂടാണ്. ഈ ടെറസിലൊക്കെ ആണെങ്കിൽ ചൂട് വളരെ കൂടുതലാണ്. എന്നാലും നമുക്ക് 2 നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് നന്നായി തന്നെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. വെള്ളത്തിന്റെ അളവ് കുറച്ചു കൊടുക്കുക. ഇതുപോലെ ഗ്രോ ബാഗിനകത്തും പാത്രങ്ങൾക്കകത്തും ഒക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോഴേ ഒത്തിരി വെള്ളം ഒഴിച്ച് ആ വളവും മണ്ണും കൂടെ ഒഴുകി പോകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. പിന്നെ ഈ വേനൽക്കാലത്ത്, മെയ് മാസം പോലുള്ള ചൂടുള്ള കാലത്ത്, ചൂട് കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് നമ്മൾ കൂടുതലും വളർത്തേണ്ടത്. അത് പച്ചമുളക്, അതുപോലെ തക്കാളി, വഴുതന, വെണ്ട പോലെയുള്ളവയെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ശരിയാക്കിയെടുത്ത വെണ്ടയാണേ. കണ്ടോ, ഇതേ കാ പിടിച്ചു തുടങ്ങി. കണ്ടോ, ഇതുണ്ടോ, നിറയെ ചോട്ടീന്ന് മുതൽ കായാണേ. അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെടി വളരുന്നതിനനുസരിച്ച് ചുവട്ടിലോട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് നല്ലോണം കരിയിലയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കരിയില ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ നമ്മൾ കൂടുതൽ മണ്ണ് ചോട്ടിലോട്ട് കയറ്റി കൊടുക്കുന്നതിനനുസരിച്ച്. ഇപ്പം പറമ്പിലാണ് നമ്മൾ നട്ട് വളർത്തുന്നതെങ്കിൽ നമുക്ക് വെട്ടിക്കോരി കൊടുക്കാം മണ്ണ്. അതേസമയം ഇതുപോലെ ഗ്രോ ബാഗുകൾക്കകത്തും പാത്രങ്ങൾക്കകത്തും വളർത്തുമ്പോൾ നമ്മൾ മണ്ണ് കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഇതിനകത്തൂന്ന് കണ്ടു ഒരു പടവലത്തൈ കയറുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ ഇതുപോലൊരു വള്ളി കെട്ടിക്കൊടുത്തു. എന്നിട്ട് ഇതിലേക്കൂടെ ചുറ്റി കയറ്റി വിട്ടാൽ മതി, ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടും കേട്ടോ. അതുപോലെ തക്കാളി കണ്ടോ, ഇങ്ങനെ നമുക്ക് തക്കാളിയും ഈ സമയത്ത് നട്ടു കൊടുക്കാം. അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് വഴുതന. കണ്ടോ, ഇപ്പം 3-4 ചുവട് വഴുതന ഇവിടെ ഉണ്ട്. ഇതിന് മാത്രം ഇച്ചിരി വളർച്ച കുറവായിരുന്നേ. അപ്പം ഞാൻ ചുവട്ടിലോട്ട് കുറച്ച് ഉണങ്ങിയ ഇല ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുത്തിരിക്കുവാണേ. അപ്പോൾ അവർ ശരിയായി വന്നോളൂ. കഴിഞ്ഞ ദിവസം നട്ട വെണ്ട തൈകൾ കണ്ടോ, അതേപോലെ കയറി വരുന്നുണ്ട്. കണ്ടോ, നമ്മൾ വെണ്ട പാകി മുളപ്പിച്ച് മാറ്റി നടുന്നത് കാണിച്ചതാണേ. അപ്പോൾ ഇത് 2 വെണ്ടത്തൈയുണ്ട്. അപ്പം ഞാൻ ഇവരെ ഒന്ന് നട്ട് വെക്കാവേ. ഈ പാത്രം കണ്ടോ, ഈ പാത്രത്തിനകത്ത് നിറയെ ചീരകൾ കിളുത്ത് നിൽക്കുന്നതാണ്, തന്നെത്താനെ കിളുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ കാബേജ് നട്ടിരുന്ന പാത്രമാണേ. അപ്പം ഞാൻ വിചാരിക്കുക, ആ ചീര അവിടെ നിന്നോട്ടെ, ഇച്ചിരി കൂടെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചീരയെ വിളവെടുക്കാം. അപ്പം ഇതിനെ ഇച്ചിരി ഇട മതിയല്ലോ, ഇത് കുഞ്ഞു തൈയല്ലേ. അപ്പം ഇതിനെ ഞാൻ ഇവിടോട്ട് നടാൻ പോവാണേ. കുറച്ച് ചാണകപ്പൊടി ഇതിനകത്തേക്ക് ഇടുവാണേ. എന്നിട്ട് അതിനകത്തോട്ട് ഈ തയ്യെ ഞാൻ ഇളക്കി നടും. ഇങ്ങനെ ഇളക്കി നട്ടാലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാത്രവും കിട്ടത്തുള്ളൂ കേട്ടോ. എനിക്ക് വളരെ പാത്രങ്ങളൊക്കെ ഇവിടെ കുറവാണ് ഇത് നട്ടുപിടിപ്പിക്കാൻ. ഇറങ്ങി പോരുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ നിൽക്കുന്നു. കണ്ടോ, വേര് കണ്ടോ,
നല്ല സൂപ്പറായിട്ട് കിളുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനാ ഇത്രയുമേ മണ്ണ് ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ 2 ഒരുമിച്ച് ഞാൻ കുഴിച്ച് വെച്ചേ. ഇതും കൂടെ വെക്കാനുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതേപോലെ തന്നെയാണ് ഒരു കുഴി എടുത്തിട്ട് അതിനകത്ത് ചാണകപ്പൊടി എടുത്തിട്ട് ഇത് തന്നെ അങ്ങോട്ട് ഇളക്കി നടും. അപ്പം നട്ടിട്ട് കാണിക്കാവേ. ഈ ചട്ടിക്കകത്ത് നിന്ന് ചീരകളെല്ലാം കൂടെ പറിച്ചത് താഴോട്ടിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ചുവട് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തേ. ഇങ്ങനെ കൊടുത്താൽ മാത്രം പോരാ, നല്ലപോലെ വളവിട്ട് കരിയിലയിട്ട് അതിൻ്റെ മുകളിൽ കരിയില പറന്നു പോകാതിരിക്കാൻ കുറച്ച് മണ്ണിട്ടിട്ട് മൂടിയിട്ടാൽ മാത്രമേ ഇവർക്ക് നല്ല പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇത് ഇവിടെയൊക്കെ കണ്ടോ പടവലങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ പൊതയിട്ട് കൊടുക്കണം. ഈ ചൂടിന് പൊതയിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. പൊത എത്ര ഇട്ട് കൊടുത്താലും അത് തീർന്നും പോവും. ഇതിനകത്ത് വാഴയിലയാ, നമുക്ക് വേണേൽ ഒരു ശകലം ഇട്ട് കൊടുത്തേക്കാം. ഇതിനകത്ത് ഉണങ്ങിയ ഇലയാണേ. അപ്പം ഞാൻ കുറച്ച് ഉണങ്ങിയ ഇല മാത്രം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പം ഇത് നമ്മൾ നോക്കുമ്പോൾ ഓർക്കും ഒത്തിരി കരിയില ഉണ്ടെന്ന് ഓർക്കും. ഒരു കാര്യവും വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് അതുപോലെ അങ്ങോട്ട് അവിഞ്ഞു പോകും. ഇച്ചിരി മണ്ണും കൂടെ ഇട്ടാൽ പിന്നെ പറയുകയും വേണ്ട. പക്ഷേ ഈ കരിയില ഇട്ട് കഴിഞ്ഞാലത്തെ ഗുണം എന്നാണെന്നറിയോ? വേരയിലും തണ്ടയിലും ഒന്നും ചൂട് നേരിട്ട് അടിക്കാതിരിക്കും. അതാണ് ഇതിൻ്റെ ഗുണം. ഇനി ഈ പാത്രത്തിനകത്ത് നിറയെ മഞ്ഞളാണ് കേട്ടോ. ഈ മെയ് മാസം എന്ന് പറയുന്നുണ്ടല്ലോ, ഇഞ്ചിയും മഞ്ഞളും നടാൻ പറ്റിയ സമയമാണേ. പക്ഷെ ഒരു മെയ് പകുതിയോളം അല്ലെങ്കിൽ പകുതി കഴിഞ്ഞതിന് ശേഷം നട്ടാലും മതി. ഇപ്പം ഞാൻ ഇതിനകത്തൊന്ന് കിളച്ച് നോക്കിയാൽ അറിയാം. ഇതിനകത്ത് കണ്ടോ ഈ നിൽക്കുന്നത് മഞ്ഞളിൻ്റെ തടയാണ്. നമുക്കേ ഇവിടെ ഒരു സാലഡ് കുക്കുംബറുണ്ട് കണ്ടോ. ഈ സമയം എന്ന് പറയുന്നത് സാലഡ് കുക്കുംബർ വളർത്താനും സാലഡ് കുക്കുംബർ കഴിക്കാനും ഒക്കെ പറ്റിയ സമയമാണ്. ഇങ്ങനെ കിളുത്ത് കയറി വരുന്നേ ഉള്ളേ. സാലഡ് കുക്കുംബർ ഇങ്ങനെ കിളുത്ത് കയറി വരുമ്പോൾ ഉണ്ടല്ലോ, അതിന് ചെറിയ സൈഡിൽ നിന്നുണ്ടല്ലോ സക്കറ് പോലെ കമ്പുകൾ വരും. അങ്ങനെ വരുന്ന കമ്പുകളെയൊക്കെ ഒടിച്ചു കളഞ്ഞോണേ. അപ്പം ഇത് കണ്ടോ, ഇവിടെ ഒന്ന് നോക്കിയേ എന്തിരത്തെ. ഇത് കണ്ടോ, ഒരു പൂവ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ടോ ഒരു ചെറിയ കമ്പും കൂടെ കണ്ടോ. ഇങ്ങനെ വരുന്ന കമ്പുകളെ അങ്ങ് ഒടിച്ചു കളയണം. ഇത് ആൺപൂവാണ് അവിടെ നിന്നിരുന്നത്. അതേപോലെ ഇത് ഇവിടെ കണ്ടോ, ഇങ്ങനെ നിൽക്കുന്നതിനെ ഒടിച്ചു കളയണം. നല്ല ഹൈറ്റും വളർച്ചയും എത്തിയതിന് ശേഷം മാത്രമേ ശിഖരങ്ങൾ വളരാനായിട്ട് അനുവദിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കായ്കളെ ചെറുതായി പോകുന്നത്. ഇത് കണ്ടോ, ഇപ്പുറത്ത് വാ. ഇത് കണ്ടോ, ഞാനിത് കാണാതെ നിന്നതാണ്. കണ്ടോ ഈ വലിയ കമ്പേന്നൊരു ചെറിയ കമ്പുകൾ ഇത്തിരിക്കുന്നുണ്ടോ, ഇങ്ങനെ അങ്ങ് ഒടിച്ചു കളഞ്ഞേക്കണം. ഇത് ചിലപ്പോഴാണെങ്കിൽ വെള്ളത്തിനകത്തിട്ടാൽ വേര് കിളുത്ത് വരും. അങ്ങനെ വേര് വരുവാണെങ്കിൽ നമുക്കതിനെ ഒരു പുതിയ തൈയായിട്ട് വളർത്തിയെടുക്കാം. അപ്പം നമുക്ക് കണ്ടാലറിയാം ആ ചെടിയുടെ വളർച്ചയ്ക്കും അതിനനുസരിച്ചുള്ള കുറവുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ശിഖരങ്ങൾ വരുമ്പം. അപ്പം ഞാനിത് ടെറസേലായിട്ട് വെക്കുന്നെങ്കിലത്തെ കുഴപ്പം എന്നാണെന്നറിയോ? ചൂടുണ്ട് ഇവിടെ. ചൂടുള്ളത് കാരണം ഇതിൻ്റെ തൈകൾ വാടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഇതുപോലെ തണലത്ത് വെച്ചാൽ മതി, തണുപ്പുള്ളിടത്ത് വെക്കണം. അപ്പോൾ ഇതിന് വേര് വരും. വേര് വരുമ്പം പുതിയ തൈയായിട്ട് നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാം. ഇത് വെള്ളക്കാന്താരിയാണേ, കണ്ടോ വെള്ളക്കാന്താരിയാണ്. ഇത് വെള്ളയല്ല, ചെറിയ മഞ്ഞ നിറമുള്ള കാന്താരിയാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, കാണാവോ? കണ്ടോ, ഇത് നമ്മളുടെ സാധാരണ കാന്താരിയുടെ ഹൈബ്രിഡാണേ. ഇത് ചിലതൊക്കെ പഴുത്തിട്ടുണ്ട്. മുളക് ചെറുതായിരിക്കുമ്പോൾ നമ്മളങ്ങനെ പറിക്കത്തില്ല. ഈ പഴുത്ത മുളകുകളങ്ങ് പറിച്ചു മാറ്റണം. പറിച്ചു മാറ്റിയാലേ കൂടുതൽ മുളകുകൾ, അത് മുളകിനും തക്കാളിക്കും വഴുതനയ്ക്കും ഒക്കെ ഉള്ളൊരു പ്രത്യേകതയാണ്. കായ്കൾ ഉണ്ടാകുന്നത് പറിച്ചു മാറ്റിയാലേ പുതിയ കായ്കൾ ഉണ്ടാകത്തുള്ളൂ. ഈ സമയത്തെന്ന് പറഞ്ഞാൽ പടർന്നു വളരുന്ന എല്ലാ പച്ചക്കറികളും, പാവലും പയറും പടവലും കുമ്പളവും മത്തയും വെള്ളരിയും ഒക്കെ നടാം. ഇത് കണ്ടോ പാവല്. ഇവിടെ എൻ്റെ തോട്ടത്തിൽ കാണുന്ന അധികം പാവലുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെത്താനെ അവരുടെ വിത്തുകൾ വീണ് കിടന്ന് കിളുക്കുന്നതാണ്. നിങ്ങൾക്കിത് ഈ തോട്ടത്തിലേക്ക് നോക്കിയാൽ അറിയാം. എനിക്ക് വിളവെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതിലധികം സാധനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാവയ്ക്കയൊക്കെ പലപ്പോഴും പഴുത്തു പോകാറുമുണ്ട്. അങ്ങനെ വരുന്ന പഴുത്ത പാവലിൻ്റെ കായ്കൾ തന്നെത്താനെ വീണ് കിടന്നിട്ട് കിളുക്കും. അപ്പോൾ അതിലുണ്ടാകുന്ന കായ്ഫലം കുറവായിരിക്കും, കായ്കൾ കുറവായിരിക്കും, ചെറുതായിരിക്കും. അതേസമയം ഇത് കണ്ടോ,
ഞാൻ പാകി മുളപ്പിച്ചിരിക്കുന്നതാണ്. നമ്മളിവിടെ കൊടുക്കുന്ന പാവലിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചിരിക്കുന്നതാണ്. പാകി മുളപ്പിക്കുമ്പോൾ നമ്മളൊരു 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം പാവലായാലും പടവലമായാലും ചുരക്കയായാലും 24 മണിക്കൂറും വെള്ളത്തിലിട്ട്, അല്ലെങ്കിൽ ഒരു പകുതി ദിവസം കൂടെ കിട്ടിയാലും കുഴപ്പമില്ല, അത്രയും നേരം വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം വാരി കെട്ടി വെച്ചാൽ മുള വരും. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് മണ്ണിലേക്ക് പാകാം. ഇത് ഞാൻ കുതിർത്തതിന് ശേഷം വെറുതെ മണ്ണിലേക്ക് പാകിയതാണ്. 2-3 വിത്തുകളാണ് ഞാൻ ഒരു ചുവട്ടിലിട്ടിരിക്കുന്നത്. പിന്നെ ഇവർ വളർന്നു വരുന്നതിനനുസരിച്ച് ചുവട്ടിലേക്ക് വളം കൊടുക്കാനുണ്ടെങ്കിൽ വളം കൊടുത്തിട്ട് മണ്ണ് കൂട്ടണം. നമ്മളിങ്ങനെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ ചെടി വളർത്തുമ്പോൾ ഉണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വളം കൊടുക്കണം. ആ വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ചാണകപ്പൊടിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കമ്പോസ്റ്റ്, കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ, അല്ലെങ്കിൽ കോഴിവളവോ കാലിവളവോ അങ്ങനെയുള്ള എന്തെങ്കിലും വളമാകാം. അതല്ലെങ്കിൽ ഇതൊന്നും കിട്ടാനില്ലാത്ത പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഞാൻ ഒരു ജൈവ സ്ലറി ഉണ്ടാക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ആ ജൈവ സ്ലറി എടുത്ത് നല്ല പോലെ നേർപ്പിച്ച് 10 ദിവസം കൂടുമ്പം ചെടികൾക്ക് കൊടുത്താൽ മതി. നല്ല കരുത്തോടെ അവർ വളരുകയും ചെയ്യും, നല്ല വിളവ് കിട്ടുകയും ചെയ്യും. ഇത് പടവലമാണേ. പടവലം വളർന്ന് അങ്ങനെ മേളിൽ ചെന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ കണ്ടോ, സക്കർ വന്നുണ്ടോ. ഇത് നല്ല ആരോഗ്യമുള്ളൊരു സക്കർ ആയതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. മാത്രമല്ല മറ്റേത് മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇടയ്ക്കുന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ നമ്മൾ ഒടിച്ചു കളയുന്നതാണ് നല്ലത്. അപ്പം ചുവട്ടിൽ അതുപോലെ തന്നെ സക്കറല്ലേ, ഏത് അതും സക്കറാ കണ്ടോ, ഒടിച്ചു കളയാം. അതുപോലെ ആൺപൂക്കൾ ഏറെ കയറി വരുമ്പം അവരെ ഒടിച്ചു കളയാം. അതൊക്കെ ചെടിക്ക് നല്ല ആരോഗ്യവും കരുത്തോടെ വളരാനും പറ്റും കേട്ടോ. ഈ വളരുന്നത് കുമ്പളമാണേ. കണ്ടോ, കുമ്പളത്തിനുണ്ടല്ലോ ചൂട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെ അതുപോലെ നമ്മൾ വെള്ളം കൊടുത്തോണ്ടിരിക്കണം. ഇതിനകത്ത് കുറച്ച് മണ്ണും അവിടെ തങ്ങി നിൽക്കുന്നത്ര വെള്ളവുമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ചൂടിന്റെ ആധിക്യം കൂടുതലായതുകൊണ്ട് കുമ്പളത്തിന്റെ കായ്കളുടെ എണ്ണവും കുറയും, കായ്കളുടെ വലിപ്പവും കുറയുന്നുണ്ട് ഈ ചൂട് കാലത്ത്. അതേസമയം നമ്മൾ പറമ്പിലൊക്കെയാണ് ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ കിടന്ന് വളരുമ്പം അവിടെ കരിയിലേക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കും. ചോട്ടിലേക്ക് വെയിലേ അടിക്കത്തില്ല, മരം ഉള്ളത് കൊണ്ട്. ഇവർ വളർന്ന് മരത്തിന് മുകളിൽ കയറുകയും അവിടെ കിടന്ന് കായ്ക്കുകയും ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് കായ്ഫലം കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മളിവിടെ കൊടുക്കുന്ന പീച്ചിലിൻ്റെ വിത്ത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇന്നലെ വൈകിട്ട് വെച്ചതാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത് നമുക്കൊന്ന് പാകി വയ്ക്കാം. ഇങ്ങനെ നമ്മൾ വെള്ളത്തിനകത്തിടുമ്പം പൊങ്ങിക്കിടക്കുന്ന വിത്തുകളുണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ, ഇത് പൊങ്ങിക്കിടക്കുന്നൊരു വിത്തായിരുന്നേ. ഞെക്കിയാതെ ഞെക്കുള്ളൂ, ഒന്നുമില്ല അതിനകത്ത്. അപ്പം അങ്ങനെയുള്ളതിനെ നമുക്കങ്ങ് കളയാം. ചിലപ്പോഴാണെങ്കിൽ അങ്ങനെ കളയുന്നതും കിളുക്കാറുണ്ട്, പക്ഷെ നമുക്ക് വിശ്വാസം പോരാ. അപ്പം ബാക്കിയുള്ളവരെ ഞാൻ പാകി വെക്കാൻ പോവുകയാണേ. ഇതുപോലുള്ള പാത്രത്തിനകത്താണ് പാകുന്നത്. അപ്പം ഞാൻ പാകാനായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ പാത്രത്തിനകത്ത് പകുതിയിലധികം ചകിരിച്ചോറും ഉണ്ട്, കുറച്ച് ചാണകപ്പൊടിയാണ്, മണ്ണേ എടുത്തിട്ടില്ല കേട്ടോ. ഇതിനി ഞാൻ നല്ല പോലെ കൂട്ടിയിളക്കും. മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്കണം. എന്നിട്ട് ഈ പാത്രത്തിനകത്തോട്ട് നേരെ വാരിയിടുവാണേ. നോക്കിക്കോണം, കണ്ടോ, ഇതുപോലെ നമ്മൾ വാരിയിടും. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് വിത്ത് അധികം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം കൂടി എടുക്കുവാണേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഇവരെ നമ്മളൊന്ന് നല്ല പോലെ നനച്ചു കൊടുക്കണേ. അപ്പം ഞാൻ ഇവിടോട്ട് വെച്ചിട്ട് നനയ്ക്കാം, അല്ലെങ്കിൽ വെള്ളം ഊർന്നു വരുമല്ലോ. അപ്പം ഈ നിറച്ചതിന് ശേഷം അങ്ങ് വിത്തിട്ടതിന് ശേഷമല്ല, മണ്ണ് നിറച്ചതിന് ശേഷം നനച്ചു കൊടുക്കണം. കണ്ടോ, അങ്ങനെ നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നേരിട്ട്, ഇപ്പം ഇത് ചെറിയ പാത്രമായതുകൊണ്ട് 2-3 വിത്തുകൾ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അതിനകത്തൊരു ചെറിയ കുഴി ഉണ്ടാക്കി, എന്നിട്ട് ഒരു 3 വിത്തുകളെ, ഇത് പാവലായാലും പയറായാലും പടവലമായാലും ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഈ മണ്ണ് തോണ്ടിയിട്ടിട്ടൊന്ന് മൂടിക്കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല, ഇതിനെ തണലത്തേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അതുപോലെ ഇതിനകത്തേക്ക് ഞാൻ 2 സ്ഥലത്തായിട്ട് കൊടുക്കുക. അപ്പോൾ പകുതി വീതം നമുക്ക് വാരി എടുത്താൽ മതി. അതിൻ്റെ തൈകൾ ഞാൻ പൊക്കിയെടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പം മുഴുവനും പീച്ചിൽ നട്ട് കഴിഞ്ഞു. ഇപ്പം എനിക്കിവിടെ നല്ല പീച്ചിലില്ല. ഇനി അവരെ തണലത്തോട്ട് വെച്ചാൽ, ചൂടെടുത്തോണ്ട് വെക്കരുതേ, വെള്ളം ചൂടാകുമ്പം വിത്ത് ചീഞ്ഞു പോകും. കാണിച്ചിരുന്നത് പോലെ കഴിഞ്ഞ ദിവസം പാകി വെച്ചിരുന്നതാണ്. നോക്കിക്കുക, കണ്ടോ, കിളുത്ത് വരുന്നുണ്ടോ, ഇങ്ങനെ കിളുത്ത് വരുവാണേ. അതേപോലെ ഈ 3 പാത്രത്തിലുണ്ട്. ഇതിനകത്ത് കിളുത്ത് പൊങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിക്കേ, കണ്ടോ, ഇങ്ങനെ കിളുത്ത് വരും. ഇതിനകത്ത് കണ്ടോ,
ഇങ്ങനെ കിളുത്ത് വരും. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഇതുപോലെ പാകി വെക്കണം, എങ്കിലേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി നടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ദേ ഇവിടെ കിടക്കുന്ന പാവല് കണ്ടോ, ഇതെല്ലാം ഇതിനകത്ത് തന്നെ കിളിർത്തതാണ്. ഇനി ഇതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ഈ നട്ടുപിടിപ്പിക്കുന്ന അല്ലെങ്കിൽ വിത്ത് പാകി മുളപ്പിച്ചെടുത്തിട്ട് അത് മാറ്റി നടുമ്പോഴാണ് അവരുടെ വളർച്ചയ്ക്ക് കരുത്ത് കൂടുതലുണ്ടാകുന്നത്, അതുപോലെ തന്നെ കായ്കൾ ഉണ്ടാകുന്നത് വലുതായിട്ട് കിട്ടുന്നതും. ഇവിടെ പക്ഷെ ഇങ്ങനെ ഉണ്ടായാലും എനിക്ക് അത്യാവശ്യം വലിപ്പത്തിലുള്ള പാവയ്ക്ക ദേ ഇവിടെ ഉണ്ട് പാവയ്ക്ക, അങ്ങോട്ട് നോക്കിയേ പാവയ്ക്ക കണ്ടോ, ഇതുപോലെല്ലാം അവിടെ ഇവിടെ എല്ലാം പാവയ്ക്കയും ചുരക്കയും പീച്ചിലും ഇത് കണ്ടോ ചുരക്ക ഉണ്ടായി വരുന്നുണ്ടോ, ഇങ്ങനെ ഉണ്ടായി വരും. നമ്മളെ കായീച്ചയ്ക്കുള്ള കെണി നമുക്ക് നമ്മുടെ തോട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടാൽ മതി. കായീച്ചകളുടെ ശല്യം അങ്ങനെ തോട്ടത്തിലുണ്ടാകത്തില്ല. ഈ പ്രാവശ്യത്തെ തക്കാളിയാണേ. അപ്പം ഞാൻ ചോട്ടിലോട്ട് കുറച്ച് കരിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് മണ്ണിട്ട് കൊടുക്കണം. അതുപോലെ വളർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ഇതേ സക്കർ കണ്ടോ, ഇങ്ങനെ വരുന്ന സക്കറുകളെ അങ്ങ് ഒടിച്ചു കളഞ്ഞോണം കണ്ടോ. അതാണ് ശരിക്കും ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ വളരാനും നല്ല വലിപ്പമുള്ള കായ്കൾ ഉണ്ടായി കിട്ടാനും നല്ലത്. ഇനി വലിച്ചങ്ങോട്ട് ചേർത്ത് കെട്ടണമെന്നൊന്നുമില്ല, ഇവരൊന്ന് കാറ്റടിച്ചാൽ ഇതിലോട്ട് ചേർന്ന് നിൽക്കണം. അതിനുള്ള ഒരു ബലത്തിൽ കെട്ടിവെച്ച് കൊടുത്താൽ മതി കണ്ടോ. ഇതൊരു നമ്മുടെ വഴുതനയാണേ. പലതരത്തിലുള്ള വഴുതനകളുണ്ട്. ഉരുണ്ട വഴുതനയും നീണ്ട വഴുതനയും കളറ് വ്യത്യാസപ്പെട്ട നല്ലൊരിനം കത്രിക്ക വന്നിട്ടുണ്ടേ, ഞാൻ കാണിച്ചു തരാവേ. കിടുക്കാച്ചി വഴുതനയാണേ, ഉരുണ്ട വഴുതനയാണ്. ഉണ്ടായി കിടക്കുന്ന കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ തീർന്നു പോകുന്നതിന് മുന്നേ ഇട്ടാൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ചിലപ്പം സ്റ്റോക്കുകൾ കിട്ടാതെ ഒക്കെ വരും. അങ്ങനെ വരുമ്പം പിന്നെ താമസം വരും കിട്ടാൻ. ഇപ്പം പറഞ്ഞ കുറച്ചെണ്ണം ഉണ്ട്, ആദ്യം ചോദിക്കുന്നവർക്ക് തരാം. ശീതകാല പച്ചക്കറികൾ വളരുവേലെന്ന് പറഞ്ഞാലും ഇതൊരു അത്ഭുതമാണേ. ഇതുണ്ടോ, ഇത് ചൈനീസ് കാബേജ് ആണ്. ഇത് വളരുന്നുമുണ്ട് കണ്ടോ, കൂടുന്നുമുണ്ട്. എന്തുമാത്രം വിജയകരമാകുമെന്ന് എനിക്കറിയത്തില്ല. വളരുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പിന്നെ ഇത് പുതിയതായിട്ട് നട്ടുപിടിപ്പിച്ച പച്ചമുളകാണ് കണ്ടോ, കുരുടിപ്പൊന്നും ഇല്ലാതെ കയറി വന്നിരിക്കുന്ന കണ്ടോ. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ നിങ്ങളുടെ മുളകിനും യാതൊരു കുരുടിപ്പും രോഗങ്ങളും ഇല്ലാതെ പെട്ടെന്ന്, അതായത് ഒരു 45 ദിവസം കൊണ്ട് തന്നെ പൂവിട്ട് തുടങ്ങും. ഇതിലൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ടേ, കായാകാറായിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് കായ്കളാകുന്ന മറ്റൊരു ചെടിയാണേ കൊത്തമര. ഞാൻ കാണിക്കാം ബാ. കണ്ടോ, ഇത് കൊത്തമരയാണേ. കണ്ടോ ചുവട്ടീന്ന് കായ, ദേ ഇവിടെ കണ്ടോ, ഇത് നോക്കി കണ്ടോ, ഇത്ര ചുവട്ടീന്ന് കാ വരും. എങ്ങനെ കണ്ടോ ഓരോ നോഡിലുമാണ് കായ്കൾ വരുന്നത്. അത് ഇഷ്ടം പോലെ ഉണ്ടാകും. നമ്മുടെ ആവശ്യത്തിന് നമ്മളിപ്പോൾ ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ ഒരു 45 ദിവസം ആവാൻ പൂവിട്ട് തുടങ്ങും. പൂ വന്നാൽ 15 ദിവസം ആകുമ്പോൾ നമുക്ക് കായ്കൾ പറിക്കാം. ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ കൊത്തമര എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കുറ്റിയമര. ഇത് കണ്ടോ, കുറ്റിയമരയുടെ ചെടി ഞാൻ ഇതിനകത്ത് നട്ട് വളർത്തിയിരിക്കുന്നതാണ്. ചെറിയ തൈയാണ്. അതേപോലെ ആ സമയത്ത് ഇതിനകത്ത് ഒരു 3 ചുവട് നട്ടിട്ടുണ്ട്. അവരിത് വളരുന്നുണ്ട്. ഇവിടെ ഒരു പൂച്ചക്കുട്ടനുണ്ടേ, അവൻ കയറി ചാടിയതാണ്. ഈ കമ്പ് കണ്ടോ ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ. ഒടിഞ്ഞു കിടന്നാൽ അങ്ങനെയാണെങ്കിലും അവന്മാരങ്ങ് വളർന്നോളും, പെട്ടെന്ന് തന്നെ ഉണ്ടാകും. പിന്നെ കൊത്തമര ഇത് കണ്ടോ പൂവിട്ട് തുടങ്ങി കണ്ടോ. ഇത് കുറ്റിയമരയാണ്, പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇത് കുറ്റിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ചിലതിനൊക്കെ അതിന് ഒരു ചെറിയ വള്ളി പോലെ കയറി വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ വള്ളി അങ്ങ് ഒടിച്ചു കളഞ്ഞേക്കണം. അപ്പം കുറ്റിയായിട്ട് തന്നെ നിന്നിട്ട് കായ്ക്കും കേട്ടോ. ഇതിനിങ്ങനെ വന്ന ഒരു വള്ളി ഞാൻ ഒടിച്ചതാണേ. ഇതിൻ്റെ നാമ്പ് നുള്ളിക്കളഞ്ഞു. ഇവിടുന്ന് ഞാൻ ഒടിച്ചിട്ടു. ഇതേ കായ ഉണ്ടാകുന്നുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടാകും. എന്നാൽ ഇതേ പാത്രത്തിൽ തന്നെ നിൽക്കുന്ന ഒരെണ്ണം വള്ളിയായിട്ട് മേളിലോട്ട് പോയിരിക്കുവാണേ. വള്ളിയായിട്ട് മേളിലോട്ട് പോയാലും ഇഷ്ടം പോലെ മുട്ടിനുണ്ടാകും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതേലെ പൂക്കൾ ഓരോ ബ്രാഞ്ചിലും നിറയെ പൂക്കൾ വന്നിരിക്കുവാണ്. അതേപോലെ കായ്കളും. അത്യാവശ്യം നമുക്ക് ഈ മെയ് മാസത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ സ്ഥല സൗകര്യങ്ങളും ആവശ്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ച് അതാത് പച്ചക്കറി, ഇഷ്ടമില്ലാത്ത പച്ചക്കറികൾ ഒത്തിരി നമ്മൾ നട്ടു വളർത്തേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളത് മാത്രം നമ്മളുടെ സ്ഥലത്ത്. ഇപ്പം ഇതുപോലെ എനിക്ക് ടെറസിലേ സൗകര്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ടെറസിലാണ് ചെയ്യുന്നത്. മുറ്റത്തിൻ്റെ അരികിലൊക്കെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ, മണ്ണുണ്ടെങ്കിൽ മണ്ണിൽ, അല്ലെങ്കിൽ മതിലയിലൊക്കെ നമുക്ക് ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറച്ച് വെച്ചിട്ട് അവിടെയൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഈ കൃഷി നോക്കി ഇവരുടെ അടുത്തൂടെ നടക്കുന്നതെന്ന് പറയുന്നത് നല്ല മാനസിക സന്തോഷം തരുന്നതാണ്. അതുപോലെ ശരീരത്തിന് നല്ലൊരു എക്സർസൈസ് ആണ്, വ്യായാമമാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരു എക്സർസൈസ് ആണ് അത്.
അങ്ങനെ മാനസികമായും ശാരീരികമായും സന്തോഷം കിട്ടുന്ന, അതുപോലെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്ന ഈ ചെറിയ ചെറിയ കൃഷി രീതികൾ എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ പറ്റുന്നത്ര വിത്തുകൾ നിങ്ങൾ വാങ്ങിച്ചു നടാൻ നോക്കുക. നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ തരുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചു തരാം വിത്തുകൾ. നിങ്ങൾ വെറുതെ ഭാഗ്യം കിളിപ്പിക്കുക, വളമിടുക, വെള്ളം ഒഴിക്കുക, കായ്കൾ പറിക്കുക. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.